ഇത് കേട്ട് കൺഫ്യൂഷനായ ഇന്ദ്ര വീട്ടിലേക്ക് പോകും. രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ദ്രയുടെ വൈഫിന്റെ വെട്ടിയെടുത്ത കൈപ്പത്തി അവന്റെ കയ്യിൽ ആരോ കൊണ്ടുവന്ന് വെക്കും. അതുകൊണ്ട് പേടിച്ച് വിറച്ചവൻ പുറത്തേക്ക് പോകാൻ നോക്കും. പക്ഷേ വാതിൽ ആരോ പൂട്ടിയിരിക്കുകയാണ്. ആ ഫ്ലാറ്റിൽ അവനെ കൂടാതെ മറ്റാരോ ഉണ്ടെന്ന് ഇന്ദ്രയ്ക്ക് മനസ്സിലാകും. പെട്ടെന്നൊരാൾ വന്ന് ഇന്ദ്രയെ തള്ളി താഴെയിടും. അവന്റെ പേര് ഭദ്ര എന്നാണ്. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അവനോട് ഇന്ദ്ര ചോദിക്കുമ്പോൾ അവൻ ഉത്തരമായിട്ട് ഒരു പേര് മാത്രം പറയും: മതി. അവൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയാണ് മതി. അവർ രണ്ടുപേരും അനാഥരായിരുന്നു. അവൾ ഫ്ലാറ്റുകളിൽ വീട്ടുജോലി ചെയ്താണ് ജീവിച്ചിരുന്നത്. ഇന്ദ്രയുടെ ഫ്ലാറ്റിലും അവളാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഭദ്രയ്ക്കാണെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ഉള്ള ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ ഡേ ടൈമിൽ അവളെ കാണാൻ വേണ്ടി ജോലി ചെയ്യുന്ന ഫ്ലാറ്റുകളിൽ അതിന്റെ ഓണേഴ്സ് അറിയാതെ അവൻ വരുമായിരുന്നു. ഭദ്രയ്ക്കൊരു ചൈൽഡ്ഹുഡ് ട്രോമയുണ്ട്. അതുള്ളത് കൊണ്ട് തന്നെ പോലീസുകാരെ കണ്ടു കഴിഞ്ഞാൽ അവൻ പേടിച്ച് സ്റ്റക്കായി പോകും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇന്ദ്രയുടെ ഫ്ലാറ്റിലേക്ക് ഭദ്ര മതിയെ കാണാൻ വേണ്ടി വരും. ആ ടൈമിൽ ഇന്ദ്രയും ആ ഫ്ലാറ്റിലേക്ക് വരും. ആ ദിവസമായിരുന്നു അവന് സസ്പെൻഷൻ കിട്ടിയത്. ഭദ്ര ഉടനെ അവൻ കാണാതെ അവിടെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കും. എന്നാൽ ഇന്ദ്രയെ പോലീസ് യൂണിഫോമിൽ കണ്ട അവൻ അവിടെ സ്റ്റക്കായി ഇരുന്നു പോകും. ഓൾറെഡി ഫ്രസ്ട്രേഷനിലായിരുന്ന ഇന്ദ്ര മതിയോട് ഒരു ബോട്ടിൽ മദ്യം എടുത്തുകൊണ്ട് വരാൻ പറയും. കൊണ്ടുവരുന്ന വഴി അത് അവളുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോകും. പെട്ടെന്ന് വന്ന ദേഷ്യത്തിന് അവൻ അവളെ തല്ലും. ബോട്ടിൽ തന്നെ അവൾ മരിച്ചും പോകും. ഇന്ദ്ര എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് അവന്റെ വൈഫ് അങ്ങോട്ടേക്ക് വരും. അവൻ അവളോട് നടന്ന കാര്യങ്ങളെല്ലാം പറയും. കുറച്ചു നേരം ആലോചിച്ചിട്ട് അവൾ അവനോട് ബോഡി ആരും അറിയാതെ ഡിസ്പോസ് ചെയ്യാൻ പറയും. അങ്ങനെ അവർ രണ്ടും കൂടി ആ ബോഡി കൊണ്ടുപോയി കുഴിച്ചിടും. ഇതെല്ലാം കണ്ട് ഭദ്ര അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ അതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി ആ വീട്ടിൽ തന്നെ അവരറിയാതെ താമസിക്കാൻ തുടങ്ങി. ഇന്ദ്രയുടെ മദ്യത്തിൽ കെമിക്കൽ ചേർത്ത് അവന്റെ കാഴ്ച കളഞ്ഞതും അവന്റെ വൈഫിനെ കൊന്നതും ഭദ്ര തന്നെയായിരുന്നു. അവൻ പറഞ്ഞ കഥയെല്ലാം കേട്ടിട്ട് ദേഷ്യം വന്ന ഇന്ദ്ര അവനെ തല്ലും. അങ്ങനെ അവർ തമ്മിൽ നല്ല രീതിയിൽ ഒരു ഫൈറ്റ് നടക്കും. ലാസ്റ്റ് ഇന്ദ്ര ഭദ്രയോട് അവനിൽ ജീവിക്കേണ്ടെന്നും അവനെ കൊന്നോളാനും പറയും. എന്നാൽ ഭദ്ര അവനെ കൊല്ലില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ദ്രയ്ക്ക് ഒരു ഡോണറിനെ കിട്ടി കാഴ്ചയൊക്കെ തിരിച്ചു കിട്ടും. അതോടെ അവൻ അവിടെ നിന്ന് താമസം മാറിപ്പോകും. എന്നാൽ ഭദ്ര അവനെ വിട്ടിട്ടില്ല. ഭദ്ര ഇന്ദ്രയെ ഒരിക്കലും കൊല്ലില്ല. പക്ഷേ അവനെ സമാധാനത്തോടെ ജീവിക്കാനും അവൻ സമ്മതിക്കില്ല. അതായിരുന്നു അവനുള്ള ശിക്ഷ. ഈ സിനിമയുടെ പേര് ഇന്ദ്ര എന്നാണ്.